പറക്കാട്ടില് ഇവിടെ പ്രകാശേട്ടന്റെ മുറിയില് എല്ലാ ദിവസവും എത്ര കോടിക്കണക്കിന് പൈസകളാണ് വരുന്നത്. ഇതില് കൗണ്ട് ചെയ്ത് ബെഡിന്റെ അടിയിൽ ഇങ്ങനെ നിരത്തി ഇടാൻ. ഈശ്വരാ, ബെഡിന്റെ അടിയിലൊക്കെ പൈസ ഉണ്ടാവോ? നിധി നിധി നിധി. വർഷമെടുത്ത് പണിത വീടാണ് ഈ കാണുന്നത്. ഈ ഒരു റൂം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 7 വർഷം ഒരു 10 കാർപ്പന്റേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ മോളിൽ താമസിച്ചു. ഇതെല്ലാം ഹാൻഡ് കർവിങ്സ് ആണ്. നമ്മളുടെ പറക്കാട്ടിന്റെ തന്നെ കൃഷ്ണനാണ്. ഇത് ഒരുപാട് കളർ ടൈല. ഇതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇത് എങ്ങനെയാ എല്ലാരും ഇങ്ങനെ വളരെ സൈലന്റ് കൂൾ കാമായിട്ടുള്ള ഇതല്ലേ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇവിടെ ബ്ലാക്ക്, ഇവിടെ കൊണ്ടുവന്ന് യെല്ലോ വെക്കും, ഇവിടെ റെഡ് വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ ആദ്യം ഞങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു 200-250 റിസോർട്ട്സ് മൂന്നാറുണ്ട്. എന്തുകൊണ്ട് പറക്കാട്ട് നമ്പർ 1 ആയിട്ട് വന്നു എന്നുള്ളത് ആളുടെ തിയറിയാണ്. അതിന് എന്റെ അമ്മേ, ഇത് എത്ര കിലോണ്ട്? അപ്പൊ ഇത് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തു വെച്ചാ. ഇവിടെ ഇതൊക്കെ വെള്ളത്തില് മുങ്ങിപ്പോയതാണ്. വെള്ളപ്പൊക്കത്തിൽ ഈ റൂമൊക്കെ മുങ്ങിപ്പോയി. ഇവിടെ നമ്മള് ടീക്കൂട്ടായിരുന്നു ഇട്ടിരുന്നത്, വുഡൻ പാനലിംഗ് ആയിരുന്നു. ഈ ഒരു ലെവല് വന്നതാണ്. ഇത് ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അപ്പൊ ഒന്നും എടുത്തില്ല. കുറച്ച് പൈസയും സ്വർണവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, കുറച്ച് പാസ്പോർട്ടും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു 2 ജോഡി ഡ്രസ്സും വീതം എല്ലാവരും എടുത്തിട്ടാണ് അന്ന് പോകുന്നത്. നമ്മൾ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു 10,000-3000 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന കയ്യിലെടുത്ത പൈസയും കാര്യങ്ങളൊക്കെ ആ 3000 പേരുടെ ഒരു മാസത്തെ ജീവിതത്തിലാണ് ഉപയോഗിച്ചത്. നമ്മളൊരു 3000 കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് കിടക്ക തൊട്ട് അവർക്ക് ഡ്രസ്സ് തൊട്ട് ഒന്നുമില്ലല്ലോ ആരുടെയും കയ്യിലേ. ഡ്രസ്സ്, കിടക്ക തൊട്ട് എന്താ പറയുക, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഇനി സ്പൂൺ വേണേൽ സ്പൂണ്, അവിടത്തേക്കുള്ള പലചരക്ക്, വീട്ടിലെ എല്ലാ സാധനങ്ങളും, കമ്പിളിപ്പുതപ്പ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും, നാപ്കിൻ തൊട്ട് എല്ലാം ഇവിടുത്തെ കുടുംബങ്ങൾക്കെല്ലാം വലിയ കാര്യം കേട്ടോ.